CPM-നെ സംബന്ധിച്ചിടത്തോളം VVIP എന്ന് പറയാവുന്ന നിയമസഭാ മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം. കാരണം കൂടുതൽ ആലോചിക്കേണ്ടുന്ന ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി റിയാസിൻ്റെ മണ്ഡലം എന്നു തന്നെയാണ്. അതായത് CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞതോടെ പിണറായി വിജയൻ എന്ന നേതാവ് വീണ്ടും CPM-ലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവായി തന്നെ നിലനിൽക്കുകയാണ്. മുഴുവൻ ജില്ലാ കമ്മിറ്റികളും അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെ കീഴടക്കി കഴിഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അല്ലാതെ നടപ്പിലാകാൻ പോകുന്നില്ല എന്നിരിക്കെ പല രണ്ടാം നിര നേതാക്കളും ഒതുക്കപ്പെടും എന്നുറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം, തനിക്കിഷ്ടമല്ലാത്ത ആളുകളെ ഒതുക്കുന്ന ഒരു രീതിയുണ്ട് പിണറായിക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അതിന് അദ്ദേഹം വെക്കുന്നത്. P. ജയരാജനെ ഒന്നുമല്ലാതാക്കി തീർത്തത് വടകരയിൽ മത്സരിപ്പിച്ചതുകൊണ്ടാണ്. ശൈലജ ടീച്ചറെ തോൽപ്പിച്ചിട്ടും K. രാധാകൃഷ്ണനെ ജയിപ്പിച്ചു വിട്ടിട്ടും നിയമസഭയുടെ 7 അയലത്ത് പോലും അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ അവർ വരാൻ കഴിയാത്ത തരത്തിലാക്കി മാറ്റിയിരിക്കുന്നു. MP രാജേഷിനെ മനഃപൂർവ്വം മദ്യനയത്തിൽ പെടുത്തിക്കഴിഞ്ഞു. ഇനി ബാലഗോപാലനെയും P. രാജീവിനെയും എല്ലാം നോട്ടമിട്ട് വച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. M. സ്വരാജിനെ കാണാനേയില്ല. മന്ത്രിയാക്കാതെ ഇത്രയും കഴിവുള്ള AN ഷംസീറിനെ സ്പീക്കറാക്കി ഒതുക്കിയിരിക്കുന്നു. ഇനി തലശ്ശേരി സീറ്റ് കൂടി നഷ്ടപ്പെടുന്നതോടെ ഷംസീർ CPM-ൽ എടുക്കാച്ചരക്കായി മാറും എന്നുള്ളതും ഉറപ്പാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടി മാത്രമാണ്. ആദ്യ ജയത്തിൽ തന്നെ മന്ത്രിയാക്കി ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളും നൽകി. മാത്രമല്ല, തലസ്ഥാനത്തെ അറിയാവുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാകും, മന്ത്രി റിയാസാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് നൽകുന്ന സൂചന എന്ന് പറയുന്നത്, ഇനി ഒരിക്കൽ കൂടി CPM-ന് ഭരണം ലഭിച്ചാൽ അമ്മായിയപ്പന് 80 വയസ്സാകുന്ന സാഹചര്യത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിയെ തേടിയാൽ ഒരുപക്ഷെ റിയാസിൻ്റെ പേര് തന്നെയായിരിക്കും ആദ്യം പുറത്തു പറയുക. അതുകൊണ്ട് തന്നെയാണ് ബേപ്പൂർ മണ്ഡലം VIP എന്നുള്ള തരത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കോഴിക്കോട് നഗരത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരാളായിരുന്നു. രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാളയം വാർഡിൽ എന്നാണ് തോന്നുന്നത് അമ്പേ പരാജയപ്പെട്ട വ്യക്തിയാണ് റിയാസ്. താഴെത്തട്ടിൽ പോലും അത്രത്തോളം വട്ടപൂജ്യമായിരുന്നു ആദ്യം മുഹമ്മദ് റിയാസ്. അതിനുശേഷം ചില ബന്ധങ്ങളുടെ സ്വാധീനത്തിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 2009 സ്ഥാനാർത്ഥിയായ റിയാസ് പയ്യന്നൂറുകാരനായ MK രാഘവനോടും തോറ്റു തൊപ്പിയിട്ടു. VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ച വിവാദ നായകൻ ഫാരീസ് അബൂബക്കറിൻ്റെ നോമിനിയാണ് റിയാസ് എന്നൊക്കെ അന്ന് വാർത്തകൾ വരികയും എതിർ പാർട്ടിക്കാർ രാഷ്ട്രീയ ആയുധമാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഏതായാലും മുഖ്യൻ്റെ മകളെ നിക്കാഹ് കഴിച്ചതോടെ തലവര മാറി റിയാസിൻ്റെ. ഇടതുമണ്ഡലം തന്നെ കൈവെള്ളയിൽ വെച്ചുകൊടുത്ത് പിണറായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. നമുക്കറിയാം, എളമരം കരീം, VKC മുഹമ്മദ് കോയ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് തലതൊട്ടപ്പന്മാർ അരങ്ങുവാണ മണ്ഡലം റിയാസിന് നൽകിയപ്പോൾ തന്നെ കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു പോരാട്ടം നടത്തി മൂന്നാമതും റിയാസിനെ തോൽപ്പിച്ച് വിടാമായിരുന്നു. പക്ഷേ UDF-ൽ കോൺഗ്രസിന് അവകാശപ്പെട്ട ആ സീറ്റ് നൽകിയത് PM നിയാസ് എന്ന നേതാവിനായിരുന്നു. 2011 എളമരം കരീം എന്ന CPM-ന്റെ അഖിലേന്ത്യാ നേതാവിനെ ആദം മുൻഷി എന്ന മീശമുളക്കാത്ത KSUവിൻ്റെ ചെറുപ്പക്കാരൻ വരച്ച വരയിൽ നിർത്തി വെറും 5000 വോട്ടുകൾക്ക് പിടിച്ചു കെട്ടിയ ബേപ്പൂർ മണ്ഡലത്തിൽ 2021 നല്ലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് നിയമസഭ കാണില്ലായിരുന്നു. ഇത് മുൻപും പിൻപും നോക്കാതെ PM നിയാസിന് കോൺഗ്രസ് സീറ്റ് നൽകി. പാർട്ടി പ്രവർത്തനത്തിൽ ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് കോഴിക്കോട്ടെ കോൺഗ്രസുകാർ തന്നെ പറയുന്ന PM നിയാസ് റിയാസ് എന്ന ലോകതോൽവിയോട് തോറ്റത് 28,700 വോട്ടുകൾക്കാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം. ശരിക്കും CPM-കാരന് വരം കൊടുത്ത കോൺഗ്രസ് നേതാവായി PM നിയാസ് ചരിത്രത്തിൽ ഇടം പിടിച്ചു ബേപ്പൂരിൽ. നേതാക്കളുടെ പിന്നിൽ പോകാനല്ലാതെ പാർട്ടിക്കൊരു ഗുണവുമില്ല എന്ന് കോഴിക്കോട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നേതാവിനെ ചേലക്കരയുടെ ചുമതല നൽകിയതോടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ടായിട്ടും അതും CPM-ന്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് PM നിയാസിനെതിരെ. ഏതായാലും UDF-ൽ കോൺഗ്രസിന് നൽകുന്ന ബേപ്പൂർ സീറ്റിൽ
കണ്ടുമടുത്ത പാഴ്മുഖങ്ങളും കേട്ടുമടുത്ത ജൽപ്പനങ്ങളുമല്ല കോൺഗ്രസിന് വേണ്ടത്. പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും പ്രതിബദ്ധതയുള്ളതും ജനങ്ങളോട് അടുപ്പമുള്ളതുമായ നല്ല ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ബേപ്പൂർ സീറ്റ് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയും. തട്ടിപ്പുകാരൻ എന്ന് കോൺഗ്രസ് നേതൃത്വം നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നും വീണ്ടും ഒരാൾ വന്ന് കേരളത്തെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ മതിയാകും കോൺഗ്രസിന്. അതാണ് പല പ്രവർത്തകരും ഞങ്ങളോടും പങ്കുവച്ചിരിക്കുന്നതും. ഇനിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് ഏക പോംവഴി.